ഹലോ, ഇന്ന് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ എടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില വേണ്ടവർക്ക് അതെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കുക. കുറച്ച് മൈദപ്പൊടി, മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് റോസ്റ്റഡ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. വറുത്ത റവ, നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവ, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരിത്തിരി മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് ചതച്ചിട്ട് എടുക്കുന്നത് കൊണ്ട്. ഇനി ഉള്ളിയും മുളകും, അതായത് പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്തത് അതിലേക്ക് ചേർക്കുക. പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളിയുള്ള, എന്നാൽ അത്യാവശ്യം പുളി പാടുള്ളൂ, ഒരുപാട് പുളി പാടില്ല. കുറച്ച് പുളിയുള്ള തൈര്, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പാകത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് ലൂസായിട്ട് കലക്കി എടുക്കരുത്. നമുക്കിങ്ങനെ ബോൾ പോലെ, അതായത് തുള്ളി പോലെ അങ്ങനെ കിട്ടുന്ന പരുവത്തിൽ, എണ്ണയിലേക്ക് അങ്ങനെ തുള്ളി പോലെ ഇടാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു പരുവത്തിൽ നമുക്കിത് ഒന്ന് കൂട്ടിയെടുക്കാം. കൊച്ചൂസ് ഫാമിലി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇന്നലെയാണ് ഈ ഒരു സ്നാക്ക് അവരുണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത്. അതിൽ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ മൈദയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് മൈദയാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം. അതുകൊണ്ട് മൈദ എടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് എടുക്കണം. പക്ഷേ ഈ ചീനച്ചട്ടിയിലായതുകൊണ്ട് എല്ലാം കൂടെ സെൻറ്ററിൽ വന്നിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. കുറച്ച് പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും എടുക്കാം. പക്ഷെ അപ്പം എണ്ണ കൂടുതൽ ഒഴിക്കേണ്ടി വരും. എന്തായാലും ഞാനിത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. 2-3 എണ്ണയാണ് തുള്ളി പോലെ വന്നുള്ളൂ. അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നില്ല. എനിക്കിങ്ങനെ തുള്ളി പോലെ, കുഞ്ഞ് ബോൾ പോലെ കിട്ടണം, അതായിരുന്നു ഉദ്ദേശം. എന്തായാലും ഇതാ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അങ്ങനെ എടുക്കാം. എൻ്റെ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാപ്പിയും കൂട്ടി അങ്ങ് കഴിക്കാം. ഞാനുണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം മുൻപ് ഉണ്ടാക്കിയതിൻ്റെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എനിക്കിത് കേട്ടോ.